അതെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവ സ്വഭാവത്തെ സ്നേഹമെന്ന് നമുക്ക് നിർവചിക്കാം. അതിനേക്കാൾ കൂടുതൽ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മറ്റെന്ത് നിർവചനമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? മോശയ്ക്ക് 10 പ്രമാണങ്ങൾ നൽകിയപ്പോൾ 10 പ്രമാണങ്ങളെ 2 ചുരുക്കി എഴുതിയതും ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും. ധന്യൻ വിധേയത്തിലച്ഛൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥമായ സ്നേഹത്തിന് 2 വശങ്ങളുണ്ട്, ദൈവസ്നേഹവും പരസ്നേഹവും. അതിരാവിലെ എഴുന്നേറ്റ് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവസ്നേഹാനുഭവം സ്വന്തമാക്കിയ ശേഷം പിതാവ് സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. സ്നേഹത്തിൻ്റെ ജീവിതമാണ് സ്വർഗമെന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചു. പറയുക മാത്രമല്ല, ആയിരുന്ന ഇടങ്ങളെയെല്ലാം സ്നേഹം കൊണ്ട് സ്വർഗമാക്കി തീർക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. നാം ആയിരിക്കുന്ന ഇടങ്ങളെ സ്നേഹം കൊണ്ട് സ്വർഗമാക്കാൻ നമുക്കും പരിശ്രമിക്കാം.